മേഘ, ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ നടക്കരുതായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ നടന്നത്. അതായത് നെഞ്ചുവേദനയുമായി വന്ന രോഗിയെ ക്യൂവിൽ നിർത്തി, അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിർത്തിയ ഒരു സംഭവം. അതിനെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഹാരിസ് ചെറുക്കൻ. ഇപ്പോൾ നമ്മൾ പറയുമായിരുന്നു ഒരുപാട് ഈ ഒരു മെഡിക്കൽ സിസ്റ്റം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു, അതിൻ്റെ ആ ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ദുരന്തത്തിന്റെ കാര്യം പറയുന്നത് പോലെയാണ്. ഇപ്പൊ അങ്ങോട്ട് സത്യപ്രതിജ്ഞ ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആരോഗ്യ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് 6 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യില്ല. പലരുടെയും ജീവനും ഒക്കെ ആപത്ത് വരുന്ന സംഭവമാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 2 മാസം ആകുന്നു. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഒരു വ്യക്തി, 52 വയസ്സുള്ള ഒരു വ്യക്തി നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തുന്നു. സമയം ഏതോ ആയിക്കോട്ടെ, ആശുപത്രിയിൽ എത്തുന്നു. അദ്ദേഹത്തോട് ഒ പിയിലെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ജോണറാണ്. ഈ പറഞ്ഞ ഒ പി തലവേദനയോ പനിവേദനയോ അല്ലെങ്കിൽ വിരലിന്റെ അറ്റം മുറിഞ്ഞു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെന്ന് നിൽക്കുന്നത് പോലല്ല നെഞ്ചുവേദന വന്ന ആശുപത്രിയിൽ ചെന്ന് നിൽക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒ പി എടുത്തിട്ട് വരും, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കുക, ക്യൂവിൽ നിൽക്കുമെന്ന് പറഞ്ഞു വിട്ട നഴ്സുമാരിൽ തുടങ്ങി പ്രശ്നം ആരംഭിക്കുകയാണ്. അതിന് മേലോട്ട് ഡോക്ടർമാർ എന്തുകൊണ്ട് ഇതിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭാര്യ തിരിച്ചു വന്ന് ക്യൂവിൽ നിന്ന് അദ്ദേഹത്തെ കസേരയിലോട്ട് ഇരുത്തുമ്പോഴേക്ക് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു, ഹൃദയാഘാതം സംഭവിക്കുന്നു. ECG എടുക്കുമ്പോൾ ഹൃദയാഘാതമാണെന്ന് സ്ഥിരീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്. ഈ നെയ്യാറ്റിങ്കര എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 1-1.5 മണിക്കൂർ വ്യത്യാസമുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് 1.5 മണിക്കൂർ തിരിച്ച് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ അതിനു വേണ്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകണം. പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷമാണ് ഈ പറഞ്ഞ റെഫറിങ് പരിപാടി നടന്നതെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ഇതൊരു ജനറൽ ആശുപത്രിയാണ്. അവിടെ ഒരു ഹൃദയാഘാതം വന്ന ഒരു രോഗിക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ അറിയാത്ത ഡോക്ടർമാരും നഴ്സുമാരും ആണോ അവിടെ ഇരിക്കുന്നത്? ഇവരൊക്കെ പിരിച്ചുവിടണം. ഉള്ള കാര്യം പറയണം. ഇപ്പോൾ അവരൊന്നും അവിടെ ഇരിക്കാൻ യോഗ്യരല്ല. ഒരു ഹൃദയാഘാതം ട്രീറ്റ് ചെയ്യാനുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവർക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ കസേരകളിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. ഇവിടെ നിന്ന് തിരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് അദ്ദേഹം ഇവിടെ തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് അറിയുന്ന ആരെയെങ്കിലും പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ആയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണോ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുക? ഒരിക്കലും അല്ല. ഇപ്പൊ തിരുവനന്തപുരത്തെ കിംസ്, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ പലരും പോകുന്നൊരു ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കിംസിലേക്ക് വയ്യാണ്ടാകുമ്പോൾ തന്നെ വിളിച്ചു പറയും, ഇപ്പൊ ഇങ്ങനെ ഒരു പേഷ്യന്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അങ്ങോട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ ഈ ആംബുലൻസ് മുറ്റത്തെത്തുമ്പോൾ അവിടെ ഒരു ടീം സജ്ജമാണ്. സ്ട്രെച്ചർ അടക്കം ആൾക്കാർ റെഡിയാണ് അവിടെ. ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നെഞ്ചുവേദനയുമായി അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് ട്രബിളിന്റെ നെഞ്ചുവേദന ആയിരിക്കും, പക്ഷെ അത് കണ്ടുപിടിക്കണമല്ലോ. അതുവരെ അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ സംവിധാനം എന്തുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാവുന്നില്ല? ഏറ്റവും മികച്ച ഡോക്ടർമാരല്ലേ ഉള്ളത്. എൻ്റെ ഒരു റീഡിങ്ങിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത്, ഉണ്ടാകേണ്ടത്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതവിടെ സജ്ജീകരിക്കാൻ കഴിയാത്തത്? നെഞ്ചുവേദനയൊക്കെ മനുഷ്യന് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണോ? ഒ പിയിൽ പോയി നിന്ന് സാധാരണ ഒരു ഫിസിഷ്യനെ കാണിക്കാനും വേണ്ടി ഒരു നോർമൽ ആയിട്ടുള്ള രോഗമല്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി നമ്മുടെ കെ മുരളീധരൻ ഇതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. ആശുപത്രികൾ വൃത്തിയാക്കിക്കോളൂ, തറയിൽ കിടത്തി ചികിത്സ കൊടുക്കുന്നത് നിർത്തുന്ന നടപടികൾ നടത്തിക്കോളൂ. പക്ഷെ ഈ നഴ്സുമാരും ഡോക്ടർമാരുടെയും ആറ്റിറ്റ്യൂഡിലും അവരുടെ രീതികളിലും മാറ്റം ഉണ്ടായേ തീരുള്ളൂ. അവരുടെ ജോലിഭാരം മനസ്സിലാക്കുന്നു, ഈ ഉള്ള എല്ലാ പരിമിതികളെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിൽ മാറ്റം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ എന്ത് ഇന്റൻസിറ്റിയിലാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാകണ്ടേ? ഇപ്പോ ഡോക്ടർമാർക്ക് സാധാരണ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്ക് മനസ്സിലാകും, ഓക്കെ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള കാര്യം. അതെങ്കിലും ചെയ്യാതെ ഇവരൊക്കെ
ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു നാടിവെടുപ്പിലൂടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന കഴിവുള്ള ഡോക്ടർമാർ നമ്മുടെ സർക്കാർ ആശുപത്രിയിലുണ്ട്. അതുപോലുള്ള ഡോക്ടർമാരുള്ള ഈ ഒരു ഹോസ്പിറ്റൽ ശൃംഖലകളിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകളെ എത്ര വേഗം ഒഴിവാക്കാൻ പറ്റുമോ അത്ര വേഗം തന്നെ ഒഴിവാക്കണം. ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ നഴ്സുമാരുടെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഈ സർക്കാർ ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ ആറ്റിറ്റ്യൂഡും ഈ രണ്ട് തമ്മിൽ ട്രോളാണെങ്കിൽ അതിലൊരു സത്യമുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു പേഷ്യൻറ്റുകളോട് ഒരു മാനസിക പരിഗണനയോടെ, അതായത് അവൻ്റെ രോഗം എത്ര സീരിയസ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണെന്നുള്ള രീതിയിലെല്ലാം കണ്ടുപിടിക്കാനാണ് ഈ ഒരു സർക്കാർ ആശുപത്രിയിൽ ഇതുപോലെ ഓരോ നഴ്സുമാരും അല്ലെങ്കിൽ സൂപ്രണ്ടുമാരും ഡോക്ടർമാരും എല്ലാം ഉള്ളത്. അല്ലാതെ അവരെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിച്ച് അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ഉള്ളതല്ല. അതെ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ലക്ഷങ്ങൾ സാലറി മേടിച്ചിട്ടാണ് ഈ നഴ്സുമാർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരിക്കലുമല്ല. ഈ പറഞ്ഞ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നതിന്റെ പകുതി സാലറി പോലും വാങ്ങുന്നവരായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിലെ സമരത്തിന്റെ കാര്യം പറഞ്ഞതുകൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വരുന്ന ആൾക്കാരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയാണോ ഇവർ ഇനി ആൾക്കാരെ വിലയിരുത്തുന്നത്? അവരുടെ വസ്ത്രമോ വർണ്ണമോ അല്ലെങ്കിൽ അവർ വരുന്ന സാഹചര്യമോ അവർ വന്നിറങ്ങിയ വണ്ടിയോ നോക്കിയാണോ ഇവർ വിലയിരുത്തുന്നത്? അങ്ങനെ ഒരു സംശയമൊക്കെ നമുക്ക് തോന്നിയാൽ അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഈ ആറ്റിറ്റ്യൂഡിന് ഒരു ഡിഫറൻസ് വന്നേ മതിയാകൂ. ഇപ്പോൾ ആരോഗ്യമന്ത്രിയും കുറച്ച് ഒഫീഷ്യൽസും കയറിയിരുന്ന് കുറെ പഠനങ്ങൾ നടത്തി ഇത് ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. താഴെ ഈ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഈ പറഞ്ഞ മാറ്റങ്ങൾക്ക് വിധേയരാകണം. ആ മാറ്റങ്ങൾ ആരംഭിച്ചാൽ മാത്രമേ ഒരു വലിയ മാറ്റത്തിന് ഒരു തുടക്കമെങ്കിലും ആകുള്ളൂ. നമ്മൾ ഈ ചർച്ചയുടെ ടോപ്പിക് ഇത് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നെഞ്ചുവേദനയുമായിട്ട് വന്ന ഒരാള് ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ നമുക്കറിയുന്ന പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പുറത്തെ കടയിലോ അല്ലെങ്കിൽ റോഡിലോ പെട്ടെന്ന് ഒരാൾ നെഞ്ചുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അയാളെ പിടിച്ച് കസേരയിൽ ഇരുത്തി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയില്ല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മാനുഷിക പരിഗണനയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നെയ്യാറ്റിൻകര, ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് 10, 30, 40 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷമായിരിക്കരുത് അദ്ദേഹത്തിന് ഒരു ചികിത്സ കിട്ടുന്നത്. അതിന് തൊട്ടടുത്ത് എന്തെങ്കിലും സംവിധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സ കൊടുക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരുക്കണം. ഇപ്പോൾ അവിടെ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാകുമല്ലോ, ഒരു ഹെഡ് നേഴ്സ് ഉണ്ടാകുമല്ലോ, അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടാകുമല്ലോ. ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. ഈ പറഞ്ഞ മരണങ്ങൾക്ക്, ഇദ്ദേഹത്തിന്റെ മരണത്തിന് ഇവർ അക്കൗണ്ടബിൾ ആകണം. നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ നേഷൻ ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് ഒരു UDF പൊളിറ്റിക്സ് പറയുന്ന ചാനലാണ് എന്ന് പറഞ്ഞ് ആരോഗ്യ സംവിധാനത്തെ തട്ടിക്കളിക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല. അത് ഏതൊരു സർക്കാരാണെങ്കിൽ പോലും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ആ വ്യത്യാസം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്.